എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം ജനുവരി 24-25 തീയതികളിൽ നടക്കും. ആശ്രമം ചെറുകിട വ്യവസായ അസോസിയേഷൻ ഹാളിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. എയ്ഡഡ് സ്കൂളുകൾ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2021 ശേഷം നിയമനം കിട്ടിയ ഏകദേശം 16,000-ഓളം അധ്യാപകർ തോതിൽ നിയമന അംഗീകാരം ലഭിച്ചിട്ടില്ല. അവർ കുറച്ചുള്ള നിയമന അംഗീകാരം നൽകിയത് തന്നെ ഡെയിലി വേസ് ശമ്പളമാണ് അവർക്ക് ലഭിക്കുന്നത്. ഇത് ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിലവിലുള്ള ചില കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ആ പ്രതിസന്ധിയൊക്കെ ഈ മേഖലയിൽ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയ കെട്ടിട നിർമ്മാണ നിയമങ്ങൾ പ്രകാരമുള്ള കെട്ടിടം കൂടാൻ നമ്പരടിയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതിസന്ധികൾ ഇതുമൊക്കെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിന് അനുകൂലമായ ചില ഉത്തരവുകൾ നമ്പർ 8 കെട്ടിടങ്ങൾക്ക് മോർത്തിരിക്കുവാൻ തക്ക രീതിയിലുള്ള ഉത്തരവുകൾ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് സർക്കാർ നൽകിയിരുന്നു. ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ 16,000-ഓളം അധ്യാപകർ പൂർണ്ണതോതിൽ ശമ്പളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഭിന്നശേഷി പ്രശ്നം പരിഹരിക്കുവാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇന്ന് എയ്ഡഡ് സ്കൂൾ മാനേജർമാർ നിരവധി പ്രതിസന്ധികൾ എഴുതുക. കാരണം ഭിന്നശേഷി വിഷയത്തിൽ അടക്കം ആ കേസുകൾ നിലനിൽക്കുന്നതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തുള്ള ഒരു എയ്ഡഡ് സ്കൂളുകളിലേക്ക് നിയമനങ്ങൾ അംഗീകരിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നു. കാരണം നിയമന നിരോധനം ഏർപ്പെടുത്തിയ ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഭിന്നശേഷി വിഷയത്തിൽ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഞങ്ങൾ എല്ലാ മേഖലയിലുമുള്ള എയ്ഡഡ് സ്കൂളുകൾ ആ നിയമനം നൽകാൻ തയ്യാറാണ്. പക്ഷേ അതിൻ്റെ ചില നോംസുകൾ അത് കൃത്യമായി സർക്കാർ അതിന് നോംസ് എടുക്കാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പം നമുക്ക് ആ നിയമനവുമായി ബന്ധപ്പെട്ടുള്ളത്. അധ്യാപക നിയമനം അംഗീകരിക്കുക, സ്കൂൾ കെട്ടിടങ്ങളുടെ ക്രമവൽക്കരണം നടത്തുക, സ്റ്റാഫ് ഫിക്സേഷൻ പൂർത്തീകരിക്കുക, കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള തസ്തികകൾ അനുവദിക്കുക, ഉച്ചഭക്ഷണ പദ്ധതിക്കും കുട്ടികൾക്കുള്ള സൗജന്യ യൂണിഫോമിനും പണം അനുവദിക്കുക എന്നീ വിഷയങ്ങൾ സമ്മേളനത്തിലെ പ്രധാന അജണ്ടയാണ്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്, ദേശീയ വിദ്യാഭ്യാസ നയം, പൊതുവിദ്യാഭ്യാസ ഏകീകരണം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി സമ്മേളനത്തിൽ വിശദമായ ചർച്ചകളും ക്ലാസുകളും ഉണ്ടാകും. ജില്ലാ പ്രസിഡന്റ് കല്ലട ഗിരീഷ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ എംഎൽഎമാരായ പി.എസ്. സുബാൽ, പി.സി. വിഷ്ണുനാഥ്, എം. നൌഷാദ്, കോവൂർ കുഞ്ഞുമോൻ എന്നിവർ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങിനോടൊപ്പം ഡോക്ടറേറ്റ് നേടിയ മാനേജേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മണി കൊല്ലത്തിന് കൊല്ലം ജില്ലാ കമ്മിറ്റി ആദരവ് നൽകും. പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി മണി കൊല്ലം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കല്ലട ഗിരീഷ്, ജില്ലാ സെക്രട്ടറി ഉല്ലാസ് രാജ്, സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൾ ഷരീഫ്, കൊല്ലം ഉപജില്ലാ പ്രസിഡന്റ് എസ്. രമേഷ് കുമാർ, സെക്രട്ടറി വി.കെ. രാജീവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.